സോ വെൽക്കം ടു ദ പാർട്ട് 2 ഓഫ് എ ഫൈവർ മാസ്റ്റർ ക്ലാസ് സീരീസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫൈവർ ഗിഗ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ വന്ന് കാണാൻ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഫൈവർ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ഒരു ഫൈവറിൻ്റെ മാസ്റ്റർ ക്ലാസ് സീരീസ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീലാൻസ് ചെയ്യാം ആൻഡ് എങ്ങനെ ഫൈവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡീസൻറ്റ് എമൗണ്ട് മന്ത്ലി ഏൺ ചെയ്യാമെന്നായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആൻഡ് എനിക്കൊരു 5 years എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫൈവർ യൂസ് ചെയ്തിട്ട്. ഞാൻ കുറേ അധികം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഫൈവറിന് വേണ്ടിയിട്ട്. സോ അതാണ് ദാറ്റ്സ് അബൌട്ട് മീ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഫൈവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാമെന്നാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫൈവർ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഗിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ OLX ടേമിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. OLX എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. OLXൽ നിങ്ങളൊരു ആഡെല്ലാം പോസ്റ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഫൈവറിൽ ഗിഗ് എന്ന് പറഞ്ഞാൽ. എക്സാക്ട്ലി സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. അതായത് ഫൈവറിൽ ഒരാൾ ആഡ് പോസ്റ്റ് ചെയ്യുന്നു, ഗിഗ് പോസ്റ്റ് ചെയ്യുന്നു, ഇതുപോലെ തന്നെ OLXൽ ഒരു ആഡ് പോസ്റ്റ് ചെയ്യുന്നു. രണ്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലർ വന്നിട്ട് ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യാണ്. ആൻഡ് OLXൽ അതൊരു പ്രൊഡക്റ്റ് ആവാം, ഫൈവറിൻ്റെ സെൻസിൽ പ്രൊഡക്റ്റ് ആവില്ല, ഒൺലി സർവീസാണ്. പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവറിൽ ബാൻ കിട്ടും. അതായത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ പോകും. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ സർവീസ് മാത്രം വേണം നിങ്ങൾ ഫൈവറിൽ ലിസ്റ്റ് ചെയ്യാൻ. അതായത് നിങ്ങളൊരു എഡിറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ഡിസൈനർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതെല്ലാം ഫൈവറിലൂടെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അതായത് OLXൽ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫൈവറിൽ നിങ്ങളുടെ സ്കിൽസ് സെല്ല് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫൈവറിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു സർവീസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, അതായത് എങ്ങനെ ഒരു ഗിഗ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മളിത് ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ക്രിയേറ്റ് എ ഗിഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മളുടെ ഒരു പുതിയ ഗിഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു UI. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ വിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകണു എന്നുള്ളത് ഐ വിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ലൈക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഡു സംതിങ് ഐ എം റിയലി ഗുഡ് അറ്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, ഒരു പുതിയതായിട്ട് വരുന്ന ഫ്രഷേഴ്സ് ഒക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഡിസൈൻ ലോഗോസ് ഫോർ യു, ഐ വിൽ എഡിറ്റ് വീഡിയോസ് ഫോർ യു, ഐ വിൽ ഡു മാർക്കറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു എന്താ പറയുക കീവേഡായിട്ട് ജസ്റ്റ് നോർമൽ ഒരു സെൻറ്റൻസ് ഇവർ അടിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഉണ്ട്. ഇത് ഫൈവറിൻ്റെ സെർച്ച് എഞ്ചിനെ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് ഗിഗ് ടൈറ്റിൽ. സോ ഗിഗ് ടൈറ്റിൽ, ഗിഗ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അത് SEO ഫ്രണ്ട്ലി ആക്കണം, അത് അത്യാവശ്യം ക്യാച്ച് ആക്കണം. പിന്നെ പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറയാൻ പറ്റില്ല. നമ്മൾ ഇതൊരു ബേസിക് വീഡിയോ ആയിരിക്കും, ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയുള്ള ബേസിക് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ചെക്കൗട്ട് ചെയ്യാം. ബിഗിനേഴ്സിന് ഈ വീഡിയോ മോർ ദൻ ഇനഫാണ്, നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ മതി. സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഐ വിൽ ഡിസൈൻ എ ലോഗോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അതും ഐ വിൽ ക്രിയേറ്റ് എ മിനിമൽ ലോഗോ ഡിസൈൻ ദാറ്റ് വിൽ എലിവേറ്റ് യുവർ ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഡിസൈൻ എ ലോഗോ, ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്യും. ആ സമയം ഐ വിൽ ഡിസൈൻ എ മിനിമലിസ്റ്റിക് ലോഗോ ഡിസൈൻ ദാറ്റ് വിൽ എലിവേറ്റ് യുവർ ബ്രാൻഡ്. അതായത് അതിൽ മിനിമലിസ്റ്റിക് ലോഗോ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ കീവേഡ്, അതായത് SEO ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കീവേഡ്സ്, അതായത് ടാഗ്സ് കൊടുക്കുന്നതാണ്. ഇത് സെർച്ച് എഞ്ചിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. സോ ഐ വിൽ ഡിസൈൻ എ മിനിമലിസ്റ്റിക് ലോഗോ ഡിസൈൻ. അതിൽ മിനിമലിസ്റ്റിക് ലോഗോ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ടാഗ്സിന് വേണ്ടി, അതായത് ഫൈവറിൻ്റെ അൽഗോരിതത്തിന് വേണ്ടി കൊടുക്കുന്നൊരു കാര്യവും അതിൻ്റെ ഒപ്പം തന്നെ ദാറ്റ് വിൽ എലിവേറ്റ് യുവർ ബ്രാൻഡ്, ഇതാണ് നമ്മൾ ഹ്യൂമന് വേണ്ടി കൊടുക്കുന്നത്. മനസ്സിലായോ? സോ ഒരേ സമയം നിങ്ങൾ അൽഗോരിതത്തിനെ ടാർഗറ്റ് ചെയ്യണം, അതേസമയം നിങ്ങൾ ആരെ ടാർഗറ്റ് ചെയ്യണം, വ്യൂസിന് ടാർഗറ്റ് ചെയ്യണം. കാരണം മനുഷ്യന്മാർ കാണുന്നുണ്ട്, അതേപോലെ മെഷീനും കാണുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു സാധനം വേണം നിങ്ങൾ എപ്പോഴും ടൈറ്റിലായിട്ട് കൊടുക്കാൻ. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന സർവീസ് കോണ്ടന്റ് മാർക്കറ്റിംഗ് സർവീസാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ആരെ ടാർഗറ്റ് ചെയ്യാം, നമുക്ക് മെഷീനെ ടാർഗറ്റ് ചെയ്യാം. സോ ഐ വിൽ ക്രിയേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതായത് ഞാൻ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ടാഗിന് വേണ്ടിയിട്ടാണ്, അതായത് ഫൈവറിൻ്റെ അൽഗോരിതത്തിന് വേണ്ടിയിട്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ വിൽ ക്രിയേറ്റ് ആ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫൈവറിൻ്റെ ടാഗിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫൈവറിലെ യൂസേഴ്സ്, അതായത് ഈ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരെ ഹുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ആൻഡ് അത് നമുക്ക് എങ്ങോട്ടും കൊടുക്കാം. ആൻഡ് ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ദാറ്റ് ബൂസ്റ്റ്
സെയിൽസ് ആൻഡ് ട്രാഫിക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗിഗ് ടൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ടൈറ്റിൽ ഇതുവരെ വർക്ക് ചെയ്യാതിരുന്നത്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരും ബിഗിനേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഡിസൈൻ എ ലോഗോ ഫോർ യു, ഐ വിൽ ഡു മാർക്കറ്റിംഗ് ഫോർ യു, ഐ വിൽ ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ യു, ഐ വിൽ ഡു കോണ്ടന്റ് മാർക്കറ്റിംഗ് ഫോർ യു. എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് പറയും. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു നിമിഷം പോലും പഠിക്കാനോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്സ് വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു എൻക്വയറീസ് ആയിട്ട് വരാത്തതെന്ന് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നാൾ ഓർഡേഴ്സ് കിട്ടാണ്ടിരുന്നതെന്ന്. ആദ്യത്തെ മിസ്റ്റേക്ക് ഇതാണ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി. സോ കാറ്റഗറിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തു. സബ് കാറ്റഗറി ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓക്കെ, സെർച്ച് എഞ്ചിൻ, പബ്ലിക് റിലേഷൻസ്, വീഡിയോ മാർക്കറ്റിംഗ്. സോ നമുക്കിത് വേണമെങ്കിൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ അടിയിൽ കൊടുക്കാം. കോണ്ടന്റ് മാർക്കറ്റിംഗ്, വീഡിയോസ് മാർക്കറ്റിംഗ് മാത്രമേ കൊടുക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ കോണ്ടന്റ് സ്ട്രാറ്റജീസ്, ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിംഗ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടും കൊടുക്കാം. സോ നിലവിൽ എനിക്കൊന്ന് മാർക്കറ്റിലും കൊടുക്കാം. കാരണം ഞാനിത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൂടുതലും വീഡിയോസിൻ്റെ ക്യാമ്പയിൻസും വീഡിയോസ് ത്രൂ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ മാർക്കറ്റിംഗ് കൊടുക്കാം. ആൻഡ് ഫൈനലി ഇതിൽ നോക്കാൻ നേരത്ത് കൺസൾട്ടേഷൻ ഉണ്ട്, ഓർഗാനിക് വീഡിയോ പ്രൊമോഷൻ, യൂട്യൂബ് മാനേജ്മെൻറ്റ് ആൻഡ് വീഡിയോ ലൈവ് സ്ട്രീമിംഗ്. സോ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് കൺസൾട്ടേഷനാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കാം നിങ്ങൾ ഏതാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഇതിൽ കൺസൾട്ടേഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സർവീസ് ടൈപ്പ് ആട്ടോ, നമ്മൾ ശ്രദ്ധിച്ച സർവീസ് ടൈപ്പിലാണ് കൺസൾട്ടേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈവറിൽ ഒരു കാറ്റഗറി ഉണ്ടാവും, സബ് കാറ്റഗറി ഉണ്ടാവും, ആൻഡ് ഒരു സർവീസ് ടൈപ്പ് ഉണ്ടാവും. ഈ കാണുന്ന പോലെ ഫില്ല് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു പാർട്ടാണ് ടാഗ്. അപ്പോൾ ടാഗ് ഇവിടെ എന്ത് കൊടുക്കണം ആൻഡ് എങ്ങനെ കൊടുക്കണം. അപ്പോൾ നോർമലി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ടല്ലോ, നിങ്ങളൊരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും അത് നിങ്ങൾ എന്താ പറയുക കൊടുത്താൽ മതി. ഇത് ഞാൻ ബേസിക് ആയിട്ട് പറയണം. എൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ വേറെയാണ്, കുറച്ചും കൂടി നിങ്ങൾ പഠിക്കാനും കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സിലായിരിക്കും, നമ്മുടെ കോഴ്സിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെ സെർച്ചിലൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇംപ്രഷൻസ് വരുത്താം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ടാഗിൻ്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പോവാം. എന്തായിരിക്കും നോർമൽ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ ഫസ്റ്റ് ഒരാൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ സെർച്ച് ടാഗ്സിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു കസ്റ്റമറാണ്, നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗിഗ് പർച്ചേസ് ചെയ്യുന്ന നേരത്ത്, അതായത് കോണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫ്രീലാൻസിന് തപ്പാൻ വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതായിരിക്കും കോണ്ടന്റ് മാർക്കറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതുതന്നെ ഞാൻ ചെയ്യാം കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അതൊരു ടാഗായി, എൻ്റർ അടിച്ചപ്പോൾ അതൊരു ടാഗായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടന്റ് റൈറ്റേഴ്സിന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ആൻഡ് കോണ്ടന്റ് റൈറ്റിംഗ്. സോ ഞാൻ നിലവിലൊരു 3 ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 ടാഗ് വരെ കൊടുക്കാം, ഞാനൊരു 3 ടാഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഞാൻ ബേസിക് ആയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. നിങ്ങൾ വിചാരിക്കരുത് ബേസിക് കാരണം ഓക്കെ ഓർഡേഴ്സ് കിട്ടില്ല, അങ്ങനെയല്ല. ബേസിക്കലി ഓർഡേഴ്സ് കിട്ടും. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് എല്ലാം പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസിക് ആയിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടാവും. നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന ഒരു 1, 2, 3 ലീഡ്സിൽ നിങ്ങൾക്ക് അതൊരു 10 ലീഡ്സ് ആക്കണം, 15 ലീഡ്സ് ആക്കണം. ആ ടൈമിലാണ് നിങ്ങൾ അഡ്വാൻസ്ഡ് വേർഷൻസിലേക്ക് മാറേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് മാസം ഒരു 5,000, 10,000, 15,000 വെച്ചിട്ട് 5 ഏൺ ചെയ്യണമെങ്കിൽ ഇത് ധാരാളമാണ്. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ദിസ് ഈസ് ഇനഫ്. ഓക്കെ, അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ കാണിക്കും കേട്ടോ. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ഇല്ലാത്ത നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്കോപ്പ് ആൻഡ് പ്രൈസിങ് എന്നുള്ള ഈ ഒരു പോർഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞ ടൈറ്റിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ടാഗ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈസിങ് സെഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്ക്രിപ്ഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ നോർമൽ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ, പ്രൈസിങ് ഇത്ര പ്രൈസ് ഇട്ടാൽ പോരെ. പക്ഷേ നിങ്ങൾക്ക് ഒരു $5 ഇടുന്നൊരു വർക്കും ചിലപ്പോൾ അതൊരു $15 ഇടുന്നതിൻ്റെ ഡിഫറൻസ് കാരണം തന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സ് മിസ്സാവും. സോ ഇതൊക്കെ പിന്നീട് നമുക്ക് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ തിരിച്ച് നമുക്ക് വന്നിട്ട് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് തരണം, അതായത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ് സ്കോപ്പ് ആൻഡ് പ്രൈസിങ്. നിലവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ ഓഫർ പാക്കേജസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സ് നിങ്ങൾ ടിക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ കാണാം ബേസിക് മാത്രമേ. അതേസമയം ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ ഒരെണ്ണത്തിന് വെച്ച് മാത്രം പോയാൽ മതി, 3 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒറ്റ സർവീസായിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഒരു കസ്റ്റമർ ഞാൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. 3 കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് വരും. അതേസമയം നിങ്ങൾക്ക് പിന്നീട് ഒരു ഓർഡർ കിട്ടണ നേരത്ത്
അതേസമയം നിങ്ങൾക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല ഇവിടെ ഒരു പ്രൈസ് ഫിക്സ് ആയെന്ന് വിചാരിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഒരു $10 ഇട്ടു, $15 ഇട്ടു, നിങ്ങൾക്കൊരു $10-15 ഓർഡർ കിട്ടിയാൽ തന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ ഈസി ആയിട്ട് തന്നെ അവരോട് സംസാരിച്ച് കസ്റ്റം ഓർഡറിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഫൈവറിൻ്റെ ചാറ്റിൻ്റെ ഉള്ളിൽ തന്നെ കസ്റ്റം ഓർഡേഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കസ്റ്റം ഓർഡേഴ്സ് അയച്ചു കൊടുക്കാം. വിചാരിക്കണോ ഈ പ്രൈസിങ്ങിന് മാത്രമല്ല കൊടുക്കണേ, ഡയറക്റ്റ് ഒരു ക്ലയൻറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $50 എന്ത് ചെയ്യുക ഒരു കോട്ട് പോലെ അങ്ങോട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? ഒരു പ്രൈസ് കൊട്ടേഷനാണ് അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ അതിൽ നിങ്ങൾ വിചാരിക്കണ്ടാവോ ഞാനിപ്പോൾ $10 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് $10 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എന്താ പറയുക നെയിം കൊടുക്കാം. ഞാൻ ബേസിക് തന്നെ കൊടുക്കുന്നത്. ഇനി ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഓഫറിങ്. ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഓഫർ ചെയ്യുക. ഞാൻ ഐ വിൽ ഡു കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് that boost sales and traffic. ഓക്കെ, ഞാൻ ടൈറ്റിൽ കൊടുത്ത അത് തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഡെലിവറി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈമിനുള്ളിൽ ഇത് ഡെലിവറി ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫൈവർ പ്രൊഫൈലിന് ഇത് എഫക്റ്റ് ചെയ്യും. ഫൈവർ പ്രൊഫൈലിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫൈവറിൻ്റെ സൈഡിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ വരില്ല. നിങ്ങളുടെ എത്രത്തോളം റേറ്റിംഗ് കുറയുന്നോ, എത്രത്തോളം റെസ്പോൺസ് കുറയുന്നോ, എത്രത്തോളം ഓർഡർ ഡെലിവറി കുറയുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ഫൈവർ പിന്നെ നിങ്ങളെ ആൾക്കാരെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്, പുതിയ ആൾക്കാരെയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങളെ എത്രത്തോളം മാക്സിമം കിട്ടുമോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊരു 3 ദിവസം ഇടണം, അല്ലെങ്കിൽ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഓക്കെ 2 ദിവസം അങ്ങനെയല്ല, 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 3 days ഇടാം. കാരണം എപ്പോഴും ഒരു ബഫറിങ് ടൈം ഓക്കെ, അല്ലാന്നാണെങ്കിൽ ലാസ്റ്റ് ക്ലയൻറ്റ് അടുത്ത് പോയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കേ അത് അക്കൗണ്ടിന് ഒരു എഫക്റ്റ് ആയിട്ട് വരും. ആൻഡ് പേജ് ചാനൽ ഇവാലുവേഷൻ, അതായത് അവരുടെ പേജും ചാനലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. കീവേഡ് ആൻഡ് #, റിസർച്ച്, അത് എത്രത്തോളം കീവേഡ് ആൻഡ് #, റിസർച്ച് ചെയ്യും എന്നാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്കിപ്പോൾ നിലവിൽ ഞാനെല്ലാം ഒരു കുറച്ചിടാണ്, ഒരു 3. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് റിസർച്ച്ഡ് ഞാനൊരു 3 കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഡെമോ കൊടുക്കുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ ക്ലയൻസിന് എപ്പോഴും എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിനുള്ളിൽ തന്നെ വിചാരിക്കുന്നതിന് കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലയൻസിന് തിരിച്ചെപ്പോഴും റിക്കറിങ് ആയിട്ട് കിട്ടും. അത് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഫൈവർ എന്നുള്ളത് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് ഫൈവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻസിൻ്റെ സൈക്കോളജി അറിയണം, കസ്റ്റമർ സൈക്കോളജി അറിയണം, നിങ്ങൾക്ക് സെയിൽസ് അറിയണം. ഇങ്ങനത്തെ ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് കിട്ടും. അല്ലാതാണെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് റെഫറൽസ് ചോദിച്ചു വാങ്ങാം. സോ എങ്ങനെയൊക്കെ നല്ലൊരു ഫ്രീലാൻസർ ആവാമെന്നാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ആക്ഷൻ പ്ലാൻ. അപ്പോൾ അവർക്കൊരു ആക്ഷൻ പ്ലാൻ കൊടുക്കാൻ പറ്റും. ആൻഡ് ഫൈനലി പ്രൈസ്. അപ്പോൾ ഇനിയാണ് നമ്മളിതിൽ പ്രൈസ് ഇടേണ്ടത്. ഒരു മന്ത്ലി എത്ര എന്താ പറയുക ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കണോ, മന്ത്ലി ഒരു സിറ്റിങ്ങിന് ഒരു എമൗണ്ട് വാങ്ങണോ, ഇതൊക്കെ നിങ്ങളുടെ കറക്റ്റായിട്ട് റേറ്റിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സിറ്റിങ്ങിന് പറഞ്ഞാൽ ഒരു 5,000 to 10,000 ആണ് വാങ്ങുന്നത്. ഒരു ബ്രാൻഡിൻ്റെ പറഞ്ഞാൽ ഫുൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇന്ന് ടീമായിട്ട് റിസർച്ച് ചെയ്യാൻ അത്ര വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ചിട്ട് ഡോളേഴ്സ് ആക്കാം. സോ ഡോളേഴ്സ് ആക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഉണ്ടല്ലോ. സോ ഇപ്പോൾ 5,000 ആണ് ഞാൻ എക്സാമ്പിൾ കൊടുക്കുന്നത്. 5,000 rupees in USD നോക്കുകയാണെങ്കിൽ $57 ആണ്. പിന്നെ ഫൈവറിൻ്റെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 57, 58 അങ്ങനത്തെ ഓഡ് നമ്പേഴ്സൊന്നും പറ്റില്ല. 58 ഓടല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 5ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ നിങ്ങൾക്ക് 55, 60, 65, 70. ഇപ്പോൾ $5 എന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇത് $57 ആണ്, എത്ര 5,000 രൂപ. അപ്പം ഞാൻ കൊടുക്കുകയാണ് $60. നമ്മൾ എന്തായാലും പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടാണ് വയ്ക്കാൻ. എന്താ റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫൈവർ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ 20% അവരുടെ കമ്മീഷനായിട്ട് എടുക്കുന്നുണ്ട്. അതാണ് ഫൈവറിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ 20% അത്യാവശ്യം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടാൻ പോകുന്ന എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ വേണ്ട എമൗണ്ടിൻ്റെ 20% എന്ത് ചെയ്യുക, മാർജിനിട്ട് നിങ്ങളെ വയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ പറഞ്ഞ പോലെ 5,000 ആണ് വരണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 5,000 അല്ല അവിടെ കൊടുക്കേണ്ടത്, 5,000 + 20% വേണം കൊടുക്കുക. അപ്പോൾ എൻ്റെ കേസിൽ ഞാനൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, നിങ്ങളുടെ അതും വില കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ ഫൈവറിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫൈവറിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് പ്രൈസ് കാണാം. ആ പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് ഒരു കോമ്പറ്റീറ്റർ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൈസിങ് കൊടുക്കാം. ആൻഡ് ഫൈനലി ഇവിടെ താഴെ എനിക്ക് എക്സ്ട്രാ സർവീസസ് ആണ്. അതിൽ എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ 3 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുന്നത് 1 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ഐ വിൽ ഡെലിവർ ഇൻ 1 day. ഫോർ എക്സ്ട്രാ എത്ര രൂപ, ഫോർ എക്സ്ട്രാ $10. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, 10 കൊടുക്കാം.
മനസ്സിലായില്ലേ? ഞാൻ നിലവിൽ അത് കൊടുക്കുന്നില്ല, ഞാൻ എക്സാമ്പിൾ കാണിച്ചാണ്. അതുപോലെ വേറെ എക്സ്ട്രാസ് കൊടുക്കണമെങ്കിൽ താഴെ ഗിഗ് എക്സ്ട്രയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇവിടെ എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ഇവിടെ എഴുതുക. ആൻഡ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കസ്റ്റമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസസ് കൊടുക്കാം. ഞാൻ അവിടെ ഈ ടിക്കൊക്കെ ഇപ്പോൾ നിലവിലൊന്ന് കളയാണ്. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഗിഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് SEO നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലയൻസിൻ്റെ സൈക്കോളജി നോക്കണം. ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു ഡിസ്ക്രിപ്ഷൻ ബിൽഡ് ചെയ്യാൻ. ആൻഡ് ഇത് ഞാൻ കുറച്ച് ഈസി ആയിട്ട്, ഇത് ബേസിക് വേർഷൻ ആണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ChatGPT പോവുക, എന്നിട്ട് ഇവിടെ മേക്ക് മീ എ Fiverr ഗിഗ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടൈറ്റിൽ എന്തായിരുന്നു, ഐ വിൽ ക്രിയേറ്റ് കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ബൂസ്റ്റ് സെയിൽസ് ആൻഡ് ട്രാഫിക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഗിഗ് ഡിസ്ക്രിപ്ഷൻ വരും. ഇതിനിപ്പോൾ കുറച്ചൊരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇത് AI ആണല്ലോ, ഇത് ChatGPT ആണല്ലോ, ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു രീതിയിൽ റാങ്ക് ചെയ്യില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന, സെയിം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ വന്നാൽ ഇത് ChatGPT ആണ് അല്ലെങ്കിൽ ഇത് AI ആണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അതേസമയം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൊടുത്തേക്കുന്ന കസ്റ്റമായിട്ടുള്ള ഗിഗിൻ്റെ ടൈറ്റിലാണ്, ഇതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, വേറെ ആൾ ഇതേപോലെ കൊടുത്ത് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല പല വേരിയേഷൻസ് വയ്ക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന വേരിയേഷൻസ് അല്ലാതെ വേറെ വേരിയേഷൻസ് വയ്ക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇനി അത് AI അല്ല, AI പോലെ അല്ല വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേക്ക് ഇറ്റ് ദാറ്റ് ദിസ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് റിട്ടൺ ബൈ എ ഹ്യൂമൻ. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇത് AI മാറിയിട്ട് എങ്ങനെയാണോ ഒരു ഹ്യൂമൻ ഇത് റൈറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. ആൻഡ് ഓക്കെ, ഞാൻ ഇത് വിട്ടു, അപ്പോൾ മേളിൽ നിന്ന് തന്നെ കോപ്പി ചെയ്യാം. ആൻഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ടല്ലേ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്തെ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് യുവർ കോണ്ടന്റ് നോട്ടീസ്ഡ് ഓർ ടേൺ റീഡേഴ്സ് ഇൻ ടു പേയിങ് കസ്റ്റമേഴ്സ്, ഐ ക്യാൻ ഹെൽപ്പ്. ഓക്കെ, അത്രത്തോളം ഹ്യൂമൻലി ആണ് ഇത് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിൽ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് എന്ത് ചെയ്യുക, ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാനുണ്ട്. ഇത് നോർമൽ ടെക്സ്റ്റ് ആണ്, സോ എന്ത് ചെയ്യുക, ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ഉള്ള ഇതാണ്. ഇപ്പോൾ കണ്ടില്ല, ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇത് സെലക്ട് ചെയ്തിട്ട് B ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക, അത് ബോൾഡ് ആവും. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് സ്പെൻഡ് ദ ലാസ്റ്റ് 5 years, ഇപ്പോൾ 5+ years കുറച്ച് ഹൈലൈറ്റ് ആക്കണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് അല്ല ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ചെയ്യുക. ക്രിയേറ്റ് കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആക്ച്വലി വർക്ക് ആൻഡ് ബൂസ്റ്റ്, അങ്ങനെ കണ്ടോ, ബൂസ്റ്റ് ട്രാഫിക്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബോൾഡായിട്ട് കൊടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിയേഴ്സ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, ഇവിടെയാണ് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് കോണ്ടന്റ്, കം അപ്പ് വിത്ത് SEO ഫ്രണ്ട്ലി ഐഡിയാസ്, സജസ്റ്റ് സോഷ്യൽ മീഡിയ ടാക്ടിക്സ്, ഷെയർ പ്രൂവൻ മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആവും, കണ്ടില്ലേ. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് 1 2 3 എന്നുള്ള രീതിയിലേക്ക് മാറും. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എറേഴ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കാമല്ലോ, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ബോൾഡാക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. പക്ഷേ ഇവിടെ എന്തൊരു എറർ ഉണ്ടല്ലോ, ഇവിടെ ഓക്കെ, ഒരു അപ്പോസ്ട്രോഫിയുടെ കുറവുണ്ടെന്ന്. ഓക്കെ, ഇവിടെയും കറക്റ്റ് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ആക്കാൻ പറഞ്ഞപ്പോൾ കുറക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ChatGPT ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ കുറച്ച് എന്ത് ചെയ്യുക, അപ്പോസ്ട്രോഫി എല്ലാം കൊടുത്തിട്ട് വേണം റെഡിയാക്കാൻ. ഇവിടെ അല്ലല്ലോ, ഇവിടെ അല്ലേ. ഓക്കെ, UR ഇത് കറക്റ്റ് അല്ലേ. ഓക്കെ, UR അപ്പോൾ ഏറെക്കുറെ കറക്റ്റായിട്ടുണ്ട്. UR സ്റ്റാർട്ടിങ് ഔട്ട്. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസും ബോൾഡ് ചെയ്യേണ്ട പോർഷൻസും ഒക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ്
ക്വസ്റ്റ്യൻസ് FAQ. ഓക്കെ, ഈ ഒരു ഏരിയ നോർമലി ഉള്ള ഒരു ഫൈവർ യൂസർ കാണുന്നത്, ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാം, വലിയൊരു ആവശ്യമുള്ള ഏരിയ അല്ലല്ലോ എന്നായിരിക്കും കാണുന്നത്. എന്നാൽ ഇവിടെയും ഫൈവറിൻ്റെ SEO ഓക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട ചോദ്യങ്ങൾ SEO ഫ്രണ്ട്ലി ചോദ്യങ്ങളാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫൈവേഴ്സിന് ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് ക്വസ്റ്റ്യാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ChatGPT ചോദിക്കുക. സോ give me a FAQ question for this gig. ഓൾറെഡി നമ്മൾ ChatGPTക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ChatGPTക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ FAQ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ബിൽഡ് ദ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നു ആൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ബിൽഡ് ദ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ആ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളൊരു കീവേഡ് ഉണ്ടല്ലോ, അത് ആ ക്വസ്റ്റ്യനിൽ വീണ്ടും വന്നുകൊണ്ട് ഫൈവറിൻ്റെ അൽഗോരിതത്തിന് ഓക്കെ ഇത് മൊത്തത്തിൽ കോണ്ടന്റ് മാർക്കറ്റിങ്ങിനെ പറ്റി പറയുന്ന ഒരു ഗിഗാണ്, ആൻഡ് അതിൽ ഇത്രത്തോളം ഒരു വെയിറ്റേജ് ഉണ്ട്, ഈ പറഞ്ഞ SEO ടേംസിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഗിഗിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും, ഫൈവറിൻ്റെ അൽഗോരിതം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾക്ക് വേണ്ട അത്രയും എന്ത് ചെയ്യുക, FAQs ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണോ ചെയ്യുന്നുള്ളൂ. ആൻഡ് ആൻസറും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ChatGPT എടുത്ത് നിർക്കുക. ഓക്കെ, സോ give me an answer for this. ഇത് നമ്മൾ ChatGPT തന്നെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ChatGPTക്ക് ഫൈവർ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് അതിന് കിട്ടുന്ന ആൻസേഴ്സ് കറക്റ്റ് ഫൈവറിന് വേണ്ടിയിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും, അത് SEO ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ChatGPT തന്നെ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ every strategy I create is 100% tailored. It's an industry target audience. I will take the time to understand. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്കായാലും ഈ പറഞ്ഞാൽ ഈസിലി റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം SEO ഫ്രണ്ട്ലി ആണ്. ഈ പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് കൊടുത്തിട്ടുണ്ട്, ഇൻഡസ്ട്രി കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നല്ല SEO വേർഡ്സ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ടേംസ് കാരണമായിരിക്കും നമ്മുടെ ഗിഗിന് കൂടുതൽ ഈ പറഞ്ഞുള്ള റാങ്ക് കിട്ടാൻ പോണേന്ന്. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഫൈവറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏരിയ ആണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങളോട് ഡയറക്റ്റ്ലി എല്ലാം ഒന്ന് സംസാരിക്കുക. അതിന് പകരം ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ വേണമായിരിക്കുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ കുറച്ച് റിക്വയർമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ എഡിറ്റിംഗ് ആണ്, എഡിറ്റിങ്ങിൻ്റെ ഫയൽസ്, മാർക്കറ്റിംഗ് എന്നുള്ളൊരു മാർക്കറ്റിംഗിൽ ആദ്യം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവരെ പറ്റി കാര്യങ്ങൾ, അവരുടെ ബ്രാൻഡ് എന്താ, അവർക്ക് എന്താണ് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ്, അവർക്ക് എത്രത്തോളം അവർ ഈ പറഞ്ഞൊരു അച്ചീവ്മെൻറ്റ്, അതുപോലെ അവർ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഇവിടെ ചോദിക്കാം. സോ ഞാൻ ആദ്യമേ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് what is your target audience? Give me a brief. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ടിക്ക് ഇടാനും ടിക്ക് ഇടാതിരിക്കാനും ഓപ്ഷൻ ഉണ്ട്. ഞാനിതിപ്പോൾ റിക്കോർഡ് തന്നെ വെക്കുകയാണ്. റിക്കോർഡ് വെച്ച് കഴിഞ്ഞാൽ അവരിത് എന്താ പറയുക ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതാണെങ്കിൽ നമുക്ക് ഓർഡർ സ്റ്റാർട്ട് ആവില്ല, ഫൈവറിൻ്റെ ഓർഡർ സ്റ്റാർട്ട് ആവില്ല. നമുക്ക് പേയ്മെൻറ്റ് അവിടെ ഓൾറെഡി എന്താ പറയുക പ്ലേസ്ഡ് ഓർഡർ എന്ന് പറഞ്ഞ് വരും. പക്ഷെ എന്താ ചെയ്യുക, വർക്ക് സ്റ്റാർട്ട് ആവില്ല. വർക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ആവണമെങ്കിൽ ഫൈവറിൻ്റെ അവിടെ നിന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഡെലിവറി ഡേറ്റ് കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ, ആ ഡെലിവറി ഡേറ്റിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്യണം, ഇതിന് ആൻസർ തരണം. സോ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം അവർക്ക്, അല്ലാതെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ആഡ് കൊടുക്കാം ആൻഡ് ജസ്റ്റ് സേവ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ഉള്ളൂ. കുറേ പേർക്ക് കുറേ കൺഫ്യൂഷൻസ് വരുന്ന ഏരിയയാണ് ഗിഗിൻ്റെ ഈ പറഞ്ഞ ക്രിയേഷനും കാര്യങ്ങളും. പക്ഷേ ഇത്രയേ ഉള്ളൂ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ. ആൻഡ് ഞാൻ നേരത്തെ നിങ്ങൾ നോർമലി ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നല്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ ഇങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് മനസ്സിലാക്കുക ഇത് ബേസിക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് വേറെ കുറേ കാര്യങ്ങളുണ്ട്, കുറച്ചും കൂടി പഠിക്കാനും കുറച്ചും കൂടി ചെയ്യാനും കുറേ അധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നല്ല കോഴ്സിലാണ് പറയുന്നത്. ഇതൊരു ബേസിക് വെർഷനാണ്. ഓക്കെ, ആൻഡ് നോക്കുകയാണെങ്കിൽ വീഡിയോ ഉണ്ട്, ഇമേജ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇമേജിലാണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീഡിയോ പോർഷൻ, ഡോക്യുമെൻ്റ് പോർഷൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഇമേജസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ പോർഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ കൊടുക്കുക. അത് കാണുന്ന ഓഡിയൻസിന് കുറച്ച് വിശ്വാസം കൂടും, ഈ പറഞ്ഞ ട്രസ്റ്റ് കൂടും. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ
നേരത്തെ പറഞ്ഞല്ലോ അൽഗോറിതത്തിൻ്റെ ഫേവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഇമേജസ് വേണം, ഇത് തമ്പനെയിൽസ് വേണം. അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവയാണ്. ഓക്കെ, അപ്പോൾ ക്യാൻവയിൽ ഞാൻ നോക്കാൻ നേരത്ത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം എന്താ പറയുക ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്, ഫൈവറിൻ്റെ ഇമേജ് സൈസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 712x430 പിക്സൽസ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കൊടുത്തു നോക്കാം. അതെവിടെയാണ് കൊടുക്കേണ്ടത്? ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് കസ്റ്റം സൈസ് 712x430 ആയിരുന്നില്ലേ, 430 അല്ലേ? ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ സെലക്ട് ചെയ്യുക. ആ ഡിസൈനിലാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഞാൻ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊടുക്കാം. അപ്പോൾ കുറേയധികം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഇത് നോക്കാം, നിങ്ങൾക്ക് നല്ലവണ്ണം സെലക്ട് ചെയ്യാം. ആൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, അത്യാവശ്യം ഒരു എടുത്ത് നിൽക്കുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല ടെംപ്ലേറ്റ്സ് എടുത്ത് നോക്കുക. അതായത് നമ്മൾ കണ്ണിലേക്ക് പെട്ടെന്ന് ഒരു യെല്ലോ കളർ, അതുപോലത്തെ ആണെങ്കിൽ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ട് എടുക്കുമല്ലോ, അങ്ങനത്തെ കളേഴ്സ് കുറേയധികം ഗിഗ്സിൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ ഗിഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ നല്ല ക്യാച്ചി ആയിട്ടുള്ള കോപ്പി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കോപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ നല്ല ഓർഡേഴ്സ് കിട്ടില്ല, ക്ലിക്സ് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സേ കിട്ടില്ല. ഓക്കെ, സോ ക്ലിക്സ് ഈക്വൽസ് ഓർഡേഴ്സ്, അത് മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നല്ലത് കുറച്ച് സെർച്ച് ചെയ്യാം. സോ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ നിലവിൽ ഡിസൈൻ ചെയ്ത് ടൈം കളയുന്നില്ല, ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലോഗോ ഉണ്ട്, ഇതൊക്കെ ലോഗോ പോർഷൻസ് ഇവിടെ കൊടുക്കാം. ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഗ്രോ യുവർ ബിസിനസ് വിത്ത് അസ്. ആൻഡ് നിങ്ങളിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്, അതായത് കോപ്പിയുടെ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ മാറ്റി കൊടുക്കാൻ പോവാണ് കോണ്ടന്റ് that actually sells. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ആദ്യമായിട്ട് ഒരു യൂസറിൻ്റെ കണ്ണിലേക്ക് പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോപ്പി, ദാറ്റ് കോണ്ടന്റ് ദാറ്റ് ആക്ച്വലി സെൽസ്. നോർമലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, തമ്പനെയിലിൻ്റെ ഏരിയ അധികം ആൾക്കാർ ഫോക്കസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു ഇമേജ് ഇട്ടിട്ട് അങ്ങ് എന്താ പറയുക പബ്ലിഷ് ചെയ്ത് വിടാറ് പതിവ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകണമെങ്കിൽ, ഇതുവരെ ഒരു ഗിഗ് പബ്ലിഷ് ചെയ്തിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പിക്ക് കണ്ടിട്ടായിരിക്കും ഒരാളത് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം നിങ്ങളൊരു യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ, അതേ സിസ്റ്റോടെ വർക്ക് ചെയ്യുന്നത്, യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ കണ്ണിലേക്ക് പോകുന്നത് വീഡിയോയുടെ തമ്പനെയിലായിരിക്കും. തമ്പനെയിൽ കണ്ടു കഴിഞ്ഞിട്ടേക്ക് നിങ്ങളുടെ കണ്ണ് എന്ത് ചെയ്യുക, ടൈറ്റിലേക്ക് പോവുക. അതേപോലെ തന്നെ ഫൈവറിൽ വർക്ക് ചെയ്യുന്നത്, അത്രത്തോളം ഫൈവറിൽ കുറേയധികം പേരുടെ സർവീസസ് ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഏരിയയിലേക്ക് പോകും, അതായത് നിങ്ങളുടെ ഗിഗിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഇമേജ് അത്രയും ക്യാച്ച് ആവണം. സോ നിങ്ങൾക്ക് ഇതിൽ നല്ല ഇമേജ് കിട്ടുകയാണ്, നിങ്ങൾ ഡിസൈനറാണ് അല്ലെങ്കിൽ ഡിസൈനർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നല്ല ഇമേജസ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യിപ്പിക്കുക. ഡിസൈനർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഏതൊരാൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻവ കാണിച്ചേക്കുന്നത്. അപ്പോൾ ക്യാൻവ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അല്ലാത്ത ആൾക്കാരുണ്ട്, ഇത് ഓൾറെഡി പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല എക്സ്പെർട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം ഒരു ഡിസൈൻ ചെയ്യുക, നല്ല ക്യാച്ച് ആയിട്ടുള്ള തമിഴ്സ് ഡിസൈൻ ചെയ്യുക. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്സ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടി കൊടുക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കോപ്പി. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടെക്സ്റ്റാണ് നിങ്ങൾ ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇവിടെ കോണ്ടാക്ടേഴ്സ് നൗ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഫയറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓർഡർ ആവും. തൊട്ട് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുക, അൺലേൺ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, അൺലേൺ കറക്റ്റായിട്ട് അൺലേൺ വെബ്സൈറ്റ് നമുക്ക് അൺലേൺ അക്കാഡമി. സോ അൺലേൺ അക്കാഡമി .in ആണ് നമ്മുടെ ഡൊമൈൻ്റെ പേര്. ഓക്കെ, സോ ഇവിടെ അൺലേൺ എന്ത് ചെയ്യുക, അൺലേൺ അക്കാഡമി .in. അപ്പോൾ ഇതുവരെ അൺലേൺ ചെക്കൗട്ട് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക, വെബ്സൈറ്റ് കയറി ചെക്കൗട്ട് ചെയ്യുക, ഇൻസ്റ്റ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം മനസ്സിലാവും ഇവിടെ എന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന്. നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിനായാലും ഓൾറെഡി നമ്മൾ ഫൈവറിൻ്റെ പ്ലേലിസ്റ്റ് ഇറക്കുന്നതിന് മെയിൻ റീസൺ
ഇവിടുത്തെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇവിടുന്ന് ഫ്രീലാൻസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതൊന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈവറും കൂടി സിലബസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി ഫൈവർ അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഫ്രീലാൻസിലുള്ള മെത്തേഡ്സും സ്റ്റുഡൻസ് ഓൾറെഡി ലൈവായിട്ട് ഏൺ ചെയ്യുന്നവരാണ്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റ് ആൻഡ് ഓൾസോ ദ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിൽ ഈ ഒരു പ്ലേലിസ്റ്റ് അല്ലാതെ ബാക്കിയുള്ള വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഇമേജ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഇമേജോ ബ്രാൻഡിൻ്റെ ഇമേജോ എന്താ വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ ഓൾറെഡി എൻ്റെ ഒരു ഇമേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് തന്നെ ഇടാം. നേരത്തെ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തത്. ആ പ്രൊഫൈൽ പിക്ചർ തന്നെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമ്മളുടെ ഗിഗിൻ്റെ ഇമേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാനുണ്ട്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കാൻ നേരത്തെ ഒരാളുടെ ഫേസ് ഉണ്ട്, ആൻഡ് തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ട കോപ്പി എന്നാണ് കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ ഡിസൈനേക്കാളും കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കളേഴ്സ് ആൻഡ് അതേപോലെ തന്നെ ആ കോപ്പി എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല ഒരു ടെംപ്ലേറ്റ് എടുക്കുക. നിങ്ങളായിട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സ് എന്ത് ചെയ്യുക, നല്ല ടെംപ്ലേറ്റ് എടുക്കുക. നിങ്ങൾ തന്നെ കാണുമ്പോൾ ആ ഒരു ഗിഗ് കണ്ടു കഴിഞ്ഞാൽ നിർത്തുമോ, നിങ്ങൾക്ക് കാണുമ്പോൾ അട്രാക്റ്റ് തോന്നുന്നുണ്ടോ, നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അത് വലിയതായിട്ട് കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോലെ തന്നെ നോർമൽ ഏതെങ്കിലും ഒരു ബയ്യർ ആയിരിക്കും ഇത് വാങ്ങാൻ പോകുന്നത്. സോ നിങ്ങളിത് കണ്ടിട്ട് വാങ്ങുന്നില്ലെങ്കിൽ നോർമൽ ഒരു ബയ്യർ വാങ്ങാനും ചാൻസ് ഇല്ല. സോ അത് മാത്രം മനസ്സിലാക്കുക. ആൻഡ് എന്ത് ചെയ്യുക, നമുക്കിത് ഡൗൺലോഡ് ചെയ്യുക. അതിനോട് ഷെയർ കൊടുത്തിട്ട് നമുക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഫോർമാറ്റ് ഉണ്ട്. നമുക്കിത് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഫോർമാറ്റ് നമുക്ക് JPG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നോട് ഫൈവർ എവിടെ, ഫൈവറിൻ്റെ ഏരിയയിൽ നമുക്കിത് ഇപ്പം നിങ്ങളിത് അപ്ലോഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അപ്ലോഡ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫൈവറിൻ്റെ കറക്റ്റ് സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 712x430 പിക്സൽസ് ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇത് ഒരു എററും അടിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്ത്. അതേസമയം നിങ്ങൾ ഡയറക്റ്റ്ലി ഈ വീഡിയോ ഒന്നും കാണാതെ ഡയറക്റ്റ്ലിയാണ് പോയി ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് എറർ അടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ 2 ഇമേജ് കൂടെ കൊടുക്കാനുണ്ട്, അതും നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം നിലവിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഒരു ഗിഗ് പബ്ലിഷ് ചെയ്യുക എന്നാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഡോക്യുമെൻ്റ് താഴെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു ഇമേജ് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകാൻ നേരത്ത് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിലവിൽ ആവശ്യമില്ല. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മുടെ ഗിഗിൻ്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോം ഡബ്ല്യൂനെ ഇവിടെ ഡിക്ലെയർ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ US ആളാണോ ചോദിച്ചിട്ടുണ്ട്, നോ. ആൻഡ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് അടിച്ച് പോകുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. ഇവിടെ കുറച്ചധികം പേർക്ക് എറേഴ്സൊക്കെ അടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചെക്കൗട്ട് ചെയ്യാം, വെരിഫൈ ചെയ്യുക. ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഹൗ ഡു യു പ്ലാൻ ടു യൂസ് ഫൈവർ. അപ്പോൾ ഔട്ട്സൈഡ് ഓഫ് മൈ പ്രൈമറി ജോബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് പാർട്ട് ഓഫ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ജോലിയുടെ പുറമെയാണ് ചെയ്യണത് അല്ലെങ്കിൽ ജോലിയുടെ ഒപ്പം തന്നെയാണ് ചെയ്യണത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫോൺ നമ്പർ കൊടുക്കണം. അത് ഞാൻ ചിലപ്പോൾ ബ്ലറോ അല്ലെങ്കിൽ നമ്മൾ കട്ടോ ചെയ്യുന്നുണ്ടാവും, കാരണം നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ നമ്പർ ഒന്ന് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ SMS കൊടുത്തപ്പോൾ ഒരു OTP വന്നു. ആ OTP വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. ആൻഡ് OTP വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ ആൻഡ് നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കാം. അതും ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ്, നമ്മുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളായതുകൊണ്ട് തന്നെ. കാരണം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരാൾക്ക് ലോഗിൻ ചെയ്യാം, അതുകൊണ്ട് നമ്മളതൊക്കെ ഹൈഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ പെറ്റിൻ്റെ പേര് കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ഇപ്പോൾ കാണാം ഫോൺ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ചെയ്യാം, ഗോ ബാക്ക് ടു ഗിഗ്. ആൻഡ് ഇവിടെ ടാക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഇൻഫോ ഫോർ ഇന്ത്യൻ ടാക്സ് പർപ്പസസ്. ഇവിടെ അൺലേൺ കൊടുത്തിട്ടുണ്ട്, കൺട്രി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഏതാ കൊടുത്തിട്ടുണ്ട്. സോ കേരള സിറ്റിസൺ ആണോ, അതെ, യെസ്.
ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നാണ്. അങ്ങനെ ചോദിക്കാൻ നേരത്തെ നിങ്ങൾക്ക് എസ് ഓർ നോ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഓൾറെഡി GST ഉണ്ട്. എൻ്റെ പാൻ കാർഡ് ഓൾറെഡി GST ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടാകും, എനിക്ക് അറിയായിരിക്കും. GST നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ GST നമ്പർ വിത്ത് നമ്മുടെ പാൻ കാർഡും കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കും GST വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കാൻ നേരത്ത് ഇവർക്ക് അറിയാം ലൈക്ക് എന്താണ് GST ചെയ്തിട്ടുള്ള ആളാണോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണോ, അല്ലാത്ത ആളാണോ എന്ന് അവർക്കേ അറിയാം. അതുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് കൊടുക്കുക, ഇല്ലാന്നാണെങ്കിൽ മാത്രം ഇല്ലാന്ന് കൊടുക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ യെസ് ആണ്, പക്ഷേ ഞാനിവിടെ പാൻ കാർഡ് കൊടുക്കുന്നത് വേറെ ആളേക്കും, അതുകൊണ്ട് തന്നെ നോ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇതിൻ്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ TCS അണ്ടർ GST ടാക്സ് കാറ്റഗറി, അതിൽ നമുക്ക് ടാക്സുകൾ കൊടുക്കുക. അതിൽ കുറേ ഉണ്ട്, നിലവിൽ ഇപ്പോൾ ടാക്സുകൾ കൊടുക്കാം. ആൻഡ് സേവ് ചേഞ്ചസ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് വേർ സേവ്ഡ് സക്സസ്ഫുള്ളി, നമ്മൾ കൊടുത്തെല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പബ്ലിഷ് ഗിഗ് പബ്ലിഷ് ചെയ്ത് നോക്കാം. ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ. ആൻഡ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ യുവർ ഗിഗ് ഈസ് ഓപ്പൺ ഫോർ ബിസിനസ്, അതായത് ഒഫീഷ്യലി നിങ്ങളുടെ ആദ്യത്തെ ഗിഗ് നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എററും വന്നിട്ടില്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങൾ കാണുന്ന മെസ്സേജ്. അതല്ല എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 24/7 നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസ് ആയിട്ട് സെൻഡ് ചെയ്യാം, വീഡിയോസ് ആയിട്ട് സെൻഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും എല്ലാവർക്കും നമ്മൾ മാക്സിമം തന്നെ റിപ്ലൈ തരും. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഡൺ കൊടുക്കാം. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആയിരിക്കും ഈ കാണുന്ന ഡാഷ്ബോർഡ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനേജ് ഗിഗ്സ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇംപ്രഷൻസ് കാണാം, ക്ലിക്സ് കാണാം, ഓർഡേഴ്സ് കാണാം, ക്യാൻസലേഷൻസ് ആണ്. അതായത് നിങ്ങൾ തൊട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 7 days, 14 days, 30 days എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡേയ്സിൻ്റെ കണക്കുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡേ അല്ലെങ്കിൽ എല്ലാ വീക്കും നിങ്ങൾ കയറിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എത്ര ഇംപ്രഷൻസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഗിഗ് എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ഓർഡേഴ്സ് ടോട്ടലി വന്നിട്ടുണ്ട് എന്നുള്ള ഫുൾ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ബേസിക് വേർഷനിൽ ഇത്രേ ഉള്ളൂ. അഡ്വാൻസ്ഡ് വേർഷൻസിൽ നമുക്കിത് എങ്ങനെ ഇംപ്രഷൻസ് പഠിക്കാം, ക്ലിക്സ് കണ്ടിട്ട് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനാണ് ഓരോ ഈ പറഞ്ഞ മെട്രിക്സും നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഡ്വാൻസ് വേർഷനുകൾ പഠിക്കും. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഗിഗിന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് ഒന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്ലയൻറ്റിനെ എങ്ങനെയാണ് ഓൺബോർഡ് ചെയ്യേണ്ടത്, അതുപോലെ ക്ലയൻറ്റിനായിട്ട് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലേക്കും. സോ അൺടിൽ ദെൻ പേജ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ താഴെ കമൻസ് ചോദിക്കുക. സോ അൺടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.